ഞാൻ ഇട്ടിരിക്കുന്നത് പർദ്ദയാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത പർദ്ദയാണ് എന്റെ വസ്ത്രം. സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവണമെന്ന് പറയുന്ന ആണുങ്ങൾ ഇതൊന്ന് കണ്ടുനോക്കൂ. അതൊക്കെ പോട്ട് ആരോ ഈ കാമിയോല്ലേ വഫ ഹുസൈനാണോ അല്ലെ വഫ ഹുസൈനാണോ എന്തോ വലുത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാ ആണുങ്ങളും തെറ്റുകാരാന്ന് പറഞ്ഞ് ഇപ്പൊ വരും. എന്തായാലും ബാക്കി പറ കേക്കട്ടെ. ഈ വസ്ത്രത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇമാതിരി സെറ്റത്തര അയാൾ ചെയ്തത്. ശരിയാണ്, ആ കുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ട്, അത് തെളിവുണ്ട്. എന്റെ കൂട്ടുള്ളവന്മാരെയൊക്കെ പിടിച്ച് അകത്ത ഇടണ്ട, അല്ല ഇവിടെ അല്ല വെക്കേണ്ടത്. ഷൂട്ട് എ വീഡിയോ. ആ ബസ്സിലാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വീഡിയോ എടുത്താല് സൈബർ ബുള്ളിങ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കാതെ റിയാക്ട് ചെയ്യാം, ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഷൂട്ട് ആൻഡ് പോസ്റ്റ് ഓൺ സോഷ്യൽ മീഡിയ. അത് ശരിയാ, വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലും പ്രൂഫിന് വേണ്ടി എന്തായാലും തെളിവ് വേണമല്ലോ പോലീസുകാരെ കാണിക്കാൻ വേണ്ടി. അതിനെ കൊണ്ട് പോലീസുകാരെ ഇട്ട് കൊണ്ട് കൊടുക്കണം. അല്ലാതെ ട്രെൻഡ് കൂട്ട് എന്തോ ചെയ്താലും എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് പോസ്റ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്. പക്ഷെ നേരത്തെ പറഞ്ഞ ബസ്സിന് ഇൻസിഡന്റ് എന്ന് പറഞ്ഞ ഒരു പ്രൂഫ് ഇല്ലാതാണ് അയാളെ വിലയിരുത്തിയത്. ഒരു ചെറിയ പ്രൂഫ് പോലും ഇല്ലാതെ അങ്ങനെ തെറ്റ് ചെയ്തതെന്ന് എല്ലാവരും കൂടെ അങ്ങ് വിരിച്ചു. പക്ഷെ അതിനകത്ത് ഒരു തെളിവും ഇല്ല അങ്ങനെ ചെയ്തു എന്നുള്ളത്. ഇതിനകത്ത് തെളിവുണ്ട്. ഈ നടന്ന ഇൻസിഡന്റ് ശരിയാന്ന് പറഞ്ഞാൽ ആ നടന്ന ഇൻസിഡന്റ് ശരിയാന്നല്ല ഒരിക്കലും പറയുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞു വരുന്ന ഈ ഇൻസിഡന്റ് ശരിയാന്ന് പറഞ്ഞാൽ ആ നടന്ന ഇൻസിഡന്റ് ശരിയാന്നോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞ ബസ്സിലുണ്ടായ ഇൻസിഡന്റ് കാരണം എല്ലാ പെണ്ണുങ്ങളും ഒരേ കൂട്ടല്ല. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു പറഞ്ഞാൽ എല്ലാ ആണുങ്ങളും ഒരേപോലെ ആണോ? ഇതിലാണ് നിന്റെ രണ്ട് അണ്ടർസ്റ്റാൻഡ്. പിന്നെ ബസ്സിലെ ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് നീ പൂർണ്ണമായി ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. നീ അപ്പോഴും ആ പെണ്ണിന്റെ സൈഡിൽ തന്നെ ആയിരുന്നു നിന്നോണ്ടിരുന്നത്. നീ പൂർണ്ണമായിട്ട് എന്നിട്ടും അവ സമ്മതിച്ച് തരാൻ വയ്യായിരുന്നു. നിനക്ക് ആ പെണ്ണ് ചെയ്തത് തെറ്റാന്ന് അമ്മാതിരിയായിരുന്നു നീ വീഡിയോ മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. നിനക്ക് തന്നെ അറിയാമായിരുന്നു പൂർണ്ണമായിട്ടും കള്ളത്തരമായിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അത് ഒരാണായോണ്ട് നീ അത് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെ അപ്പോൾ നീ അവിടെ ഇവിടെ ആ പെണ്ണിന്റെ ഭാഗത്ത് ശരി കാണുമെന്നുള്ള ചിന്തയിൽ തന്നെ നിന്നു. ആ വീഡിയോ ഉള്ളതും തെളിവ് തന്നെ ആയിരുന്നല്ലോ. നീ അപ്പോഴും നിനക്ക് സമ്മതിച്ചു തരാൻ വയ്യായിരുന്നു. ആൻഡ് ടു ഓൾ ദോസ് മെൻ, പബ്ലിക് പ്ലേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ളതല്ല. സ്ത്രീകൾ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കും. അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ലൈസൻസ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്ത് ശരിയാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതേ കൂട്ടുള്ള ഫെമിനിസ്റ്റുകൾ കാരണം എല്ലാ ആണുങ്ങളും തെറ്റുകാരാണെന്ന് പറഞ്ഞുണ്ടാക്കുമല്ലോ എന്നുള്ളതേ ഉള്ളൂ. ഒരാണ് തെറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാ ആണുങ്ങളും തെറ്റുകാരാണെന്നല്ല അർത്ഥം. തൊമ്മാരുടെ കൂട്ടുള്ളവന്മാര് കാരണം ബാക്കിയുള്ള ആണുങ്ങൾ കൂടെ പ്രശ്നമാണെന്നുള്ളതാണ്. എന്തെങ്കിലും ഒന്ന് ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ വിവരമില്ലാത്ത കുറെ ബുദ്ധിയില്ലാത്ത ഫെമിനിസ്റ്റുകൾ വരും താങ്ങി പിടിക്കുക. എന്നിട്ട് എല്ലാ ആണുങ്ങളും തെറ്റുകാരാന്ന് പറയാം. അറിയില്ല, ബട്ട്